പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ഇടങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവരാണ് നമ്മൾ. എന്തിനാണ് ഈ തീർത്ഥയാത്ര നടത്തുക എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന ലളിതമായ ഉത്തരം ഒരു ഈശ്വര ദർശനം എന്നുകൂടി തന്നെയാണ്. ഈശ്വര ദർശനം നടത്താനായിട്ട് ആഗ്രഹിച്ചുള്ള ഈ യാത്രകളിൽ പോലും നമ്മൾക്ക് കുറേയേറെ ആഗ്രഹങ്ങളുണ്ട്, നമ്മൾ കുറേയേറെ സ്വപ്നങ്ങളുണ്ട്, കുറേയേറെ പ്രതീക്ഷകളുണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ ചെന്ന് പറയാറുണ്ട്. ഇതെല്ലാം പൂർത്തീകരിച്ച് കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ അത്ര യാത്രകൾ പോലും സഫലമായത്, പൂർണ്ണമായത് എന്നൊക്കെ നമ്മൾ പറയാം. ചിലപ്പോഴെങ്കിലും അത്ര യാത്രകൾ നടത്തി വരുന്നവരോട് നമ്മൾ ചോദിച്ചാലും അവിടെ പോയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ പോലും അവിടെ നിന്ന് ഇത്തരം ചില അനുഭവങ്ങൾ, സാക്ഷാത്കരിക്കപ്പെട്ടതായ അനുഭവങ്ങൾ കൂടെ പങ്കുവെക്കുമ്പോഴാണ് അവിടെ യാത്ര പൂർണ്ണമായി എന്നൊക്കെ അവർ പറയുക. നമ്മൾക്കതിൽ തൃപ്തി തോന്നി. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അത് സക്കേവൂസാണ്. സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടി ഒരു യാത്ര നടത്തുന്നുണ്ട്. കാരണം ഈശോയെക്കുറിച്ച് അവൻ പലരും കേട്ടിട്ടുണ്ട്, അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചുങ്കസ്ഥലത്ത് നിന്ന് ഈശോയെ കാണാനായിട്ട് ഒരു യാത്ര നടത്തുന്നു. ഈശോയെ കാണാൻ യാത്ര നടത്തുമ്പോൾ അവൻ അറിയാം അവന് പൊക്കം കുറവാണ്, ഈശോയുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈശോയെ കാണുക എന്നുള്ള ആഗ്രഹത്താൽ അവനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. കാരണം ഈശോ ആ വഴി കടന്നു പോകുമ്പോൾ അവൻ ഈശോയെ കുറെ കൂടെ വ്യക്തമായിട്ട് കാണും. കാരണം അവൻ്റെ ആഗ്രഹം ഈശോയെ കാണുക എന്ന് മാത്രമാണ്, അത്ര ഒന്നുമില്ല. അങ്ങനെ ഈശോയെ കാണുന്ന ആഗ്രഹത്തോടു കൂടെ മരത്തിൽ കയറിയിരിക്കുന്ന സക്കേവൂസിൻ്റെ അടുത്ത് ഈശോ എത്തുന്നു. അവനെ പേര് ചൊല്ലി വിളിക്കുന്നു, അവനെ താഴെ ഇറക്കുന്നു, ഈശോടൊപ്പം അവൻ സമയം ചിലവഴിക്കുന്നു. കാണാനുള്ള ആഗ്രഹം മാത്രമാണ് പങ്കുവയ്ക്കുക. പക്ഷേ ഈശോ ആ ആഗ്രഹത്തിന് കൊടുക്കുന്ന മറുപടി അവൻ്റെ കൂടെ ആയിരിക്കുന്ന അവനെ തന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്നത് കൂടെ നമ്മൾ പറയുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും എൻ്റെ യാത്രകളിൽ വിശുദ്ധമായ ഇടങ്ങളിലേക്കും വിശുദ്ധമായ സന്നിധിയിലേക്കും ഒക്കെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഈശോയെ കാണുക എന്നുള്ള ആ ഒരു ദൈവിക സാക്ഷാത്കാരത്തെക്കാൾ അധികമായിട്ട് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത്. അത് കിട്ടുമ്പോഴാണ്, എൻ്റെ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ് ഇത്തരം യാത്രകൾ, ഇത്തരം തീർത്ഥയാത്രകൾക്ക് പൂർണ്ണത ഉണ്ടാവുക എന്ന് നമുക്ക് കരുതുന്നു. എൻ്റെ ആകുലതകൾ, എൻ്റെ വ്യാധികൾ, എൻ്റെ രോഗങ്ങൾ ഒക്കെ മാറ്റപ്പെടുമ്പോൾ എൻ്റെ യാത്ര പൂർണ്ണമാകും. എന്നാൽ സക്കേവൂസിന് അത്തരമൊരു ആഗ്രഹമേ ഇല്ലായിരുന്നു. ഈശോയെ കാണുക, ഈശോയെ കാണുക എന്നുള്ള ഈ ലളിതമായ ആഗ്രഹത്തോടുകൂടെ ആരെല്ലാം അവൻ്റെ പക്കലേക്ക് എത്തുന്നുവോ അവരിലേക്ക് ഈശോ കുറെ കൂടി എത്തുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റുന്നു എന്ന ഒരു വലിയ സന്തോഷം കൂടെ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. നമുക്കും ആഗ്രഹിക്കാം ഈശോയെ കാണുക എന്നുള്ള ആഗ്രഹം അത്രമാത്രം വലുതാകുമ്പോൾ ആ ഈശോ നമ്മിലേക്ക് എത്തുമെന്ന്. ആ ഈശോടൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതത്തെ കുറെ കൂടെ മനോഹരമാക്കി മാറ്റുന്നു. സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഈശോയെ കാണുക എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ പക്കലേക്ക് പ്രപത്യാഗം സഹിച്ച് എത്തുന്നു, മരത്തിന് മുകളിൽ കയറുന്നു. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ സക്കേവൂസിനോട് കൂടെ ഈശോ ആകുന്നു. അവൻ ഒരു വിശുദ്ധ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടും. എൻ്റെ തീർത്ഥയാത്രകൾ, ദൈവത്തെ കാണാനുള്ള എൻ്റെ യാത്രകൾക്കും ഇതുപോലെ അവനെ കാണുക എന്നുള്ള ഏറ്റവും വിശുദ്ധമായ ആഗ്രഹം സൂക്ഷിക്കാം. ആ ആഗ്രഹത്തിൽ അവനൊപ്പം വരും. ജീവിതം വിശുദ്ധമാകും, സുന്ദരമാകും, സന്തോഷമുള്ളതായിട്ട് മാറ്റപ്പെടും.